ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുന്നത് മീൻ കറിയുടെ അതേ രുചിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു തക്കാളിക്കറിയാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു തക്കാളിക്കറിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ട് ഒരു 4 ചുവന്നുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മല്ലിപ്പൊടി ഇടുന്നില്ല, മല്ലിപ്പൊടി ഇടുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മൺചട്ടി എടുക്കാം. അതിലേക്ക് ഞാനൊരു 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 4 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ചട്ടിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റിനുള്ളിൽ ഈ കറി വെന്ത് കിട്ടും. തക്കാളിയാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോഴും നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് നോക്കി. കറിയെല്ലാം ഏകദേശം വെന്ത് പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഉലുവ പൊടിച്ചത് കൂടി ചേർക്കുമ്പോൾ ആ മീൻ കറിയുടെ അതേ മണം കിട്ടും കേട്ടോ. വളരെ ടേസ്റ്റുമാണ്. കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാറില്ലേ, അതുപോലെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാവുന്ന നല്ല ഒരു കറിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മീൻ കറിയല്ലെന്ന് ആരും പറയില്ല, അത്ര ടേസ്റ്റാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.